അല്ല ഇന്നത്തെ പൈനാപ്പിളും പ്ലേറ്റ് ഒക്കെ ആയിട്ട് എത്ര സാധനം നമുക്ക് വീഡിയോയിലാണ് കേട്ടോ. അങ്ങനെയല്ല നിജായിട്ട് കൊണ്ട ഞാൻ കാട്ടിത്തരാം. കിട്ടിയിട്ടുണ്ടോ ഒരു പയരാക്കി അങ്ങനെയാണ് പൈനാപ്പിൾ. നല്ലോണം ചെത്തിക്കാണ്ട് വൃത്തിയാക്കട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന കാണിച്ചേ. കറക്റ്റ് ചെത്തി കൊടുന്നത് അങ്ങനെ നല്ല ഉദ്ദേശിക്കുന്ന ചെത്ത് ഇത് കൊളായാല് പൈനാപ്പിൾ ചെത്തൽ കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് കേട്ടോ പണി. അങ്ങനെ പൈനാപ്പിൾ ചെത്തൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് കേട്ടോ ഗൈസ് പണി. വീഡിയോ അവസാനം വരെ കാണാൻ നോക്കണേ. ഇവർക്കില്ലാണ് പണികൾ. ഒന്ന് ഇട്ട് പോയാൽ അത് പോയാൽ അതിങ്ങനെ ചെത്തങ്ങോട്ട് നടുവിട്ടാ പല സാധനം ഒഴിവാക്കുക. ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിയട്ടോ. കുറച്ച് വീതിയിൽ അരിയണം. ഇങ്ങനെ അരിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നിന്നോട് പറഞ്ഞ പണി ഇവിടെ കഴിഞ്ഞാണ്. ഈ ബാക്കി എൻ്റെ കയ്യിലാട്ടോ. ഓക്കെ, അതിൻ്റെ പരിപാടി നോക്കോ. വെട്ടത് ഞാൻ തീർത്തിരിക്കുന്നു. റെഡി. പൈനാപ്പിൾ വെട്ടിക്കഴിഞ്ഞു ഗൈസ്. കുറച്ച് മുളകും പൊടി ഇടട്ടോ ഗൈസ്. ഉപ്പിടട്ടോ ഗൈസ്. ഉപ്പിടുക. കുറച്ച് മുളകും പൊടി വേണ്ടി വരും. പിന്നെ പഞ്ചസാര ഇടട്ടോ ഗൈസ്. കുറച്ച് പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം പറഞ്ഞിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഗൈസ് ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് തേക്കട്ടോ. ഇങ്ങനെ തേച്ചതിന് ശേഷം നമ്മൾ മാറ്റി വയ്ക്കും. ഓരോന്നെടുത്തിട്ട് നല്ലോണം തേക്കും. നല്ലോണം തേച്ചുകൊണ്ടിട്ടോ. മസാല അല്ലേ ഇഷ്ടമല്ല. നല്ലോണം തേച്ച് കൊടുക്കട്ടോ. നല്ലോണം തേച്ച് കൊടുക്കണം മസാല നല്ലോണം നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഒന്ന് നമ്മളിത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ തേക്കാണ് ഗൈസ്. നല്ലോണം തേച്ചിട്ട് കുറച്ച് ടൈം പിടിക്കാൻ നോക്കണം. ഒരു 5-10 മിനിറ്റ് അവിടെ വെക്കാം. 5-10 മിനിറ്റ് അവിടെ വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി തുടങ്ങും. നല്ലോണം തേച്ചോട്ടെ കേട്ടോ മസാല. പിന്നെ ടേസ്റ്റ് കണ്ട് കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ ആ മസാല നല്ലോണം അങ്ങോട്ട് വേണം. ആ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കണം. അല്ല നീനോ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടോ സംഭവത്തിൽ? ഇങ്ങനൊക്കെ ഉണ്ട്. ഓരോന്ന് ഉണ്ടാക്കി തരുന്നു. എന്നെ കൊണ്ട് തീറ്റ പൊണ്ടാക്കി തരിച്ച്. അതൊക്കെ അടിപൊളി ഐറ്റാണ്. നോക്കല്ലേ പിന്നെ ഇങ്ങനെ തിന്നാനൊക്കെ തോന്നും നമുക്ക്. സംഭവം കാണാനൊക്കെ അടിപൊളിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പിന്നെ തിന്നരുത് കേട്ടോ. ബാക്കി നമുക്ക് തിന്നോക്കുമ്പോ അറിയല്ലേ. എന്നെ അങ്ങനെ ആന്ന് അറിയണേ. നല്ലോണം മസാല തേച്ച് വെച്ചിട്ടുണ്ട്. എല്ലാത്തും നമുക്ക് നല്ലോണം മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ചട്ടി കൊള്ളുന്നത് ഇടുക. ബാക്കി നമ്മളിങ്ങനെ തിന്നും. അപ്പോൾ നമ്മളെല്ലാം മസാല തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത പ്ലാനിങ് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണിച്ചു കേട്ടോ.
ഇതപ്പം തന്നെ കണ്ടിട്ട് തിന്നാൻ പുതിയുണ്ട് കേട്ടോ. ഇപ്പൊ ഗൈസ് നമ്മൾ കുറച്ച് ഓയിൽ പറഞ്ഞു കേട്ടോ. ഓയിൽ പറഞ്ഞിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഓരോന്നോരോന്നാക്കി ഇട്ടെടുക്കട്ടോ. നമ്മൾ ചൂടായിക്കണം ഗൈസ്. നമ്മൾ തീ കുറച്ച് വെച്ചിട്ടിടുക. ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ ഇട്ടാണ്. നമ്മൾ ഫുള്ള് ഇട്ട് കഴിഞ്ഞിട്ടോ. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ചിടണം ചെയ്യണം. അടിപൊളിയാണ്. ഇപ്പം തന്നെ അതിൻ്റെ സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പം തന്നെ നമുക്ക് തിന്നാൻ തോന്നുന്നുണ്ട്. ഇതിപ്പോ ഉണ്ടാക്കി കഴിഞ്ഞാൽ തിന്നാൻ പറ്റുമോ അല്ലേ? ഏതായാലും നോക്കാം അല്ലേ? പറ്റുന്നതുകൊണ്ടാണ് നമ്മളിതിന് കാര്യമായിട്ട് ഒരുങ്ങുന്നത്. വലിയ പണിയൊന്നുമില്ല, റിസ്ക് ഇല്ലാത്ത ഇതാട്ടോ. തീരെ ടൈം വേണ്ട, റിസ്ക് ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. വല്ലാതെ അങ്ങോട്ട് വേണ്ട, മനസ്സൊന്ന് ചൂടാവും വേണം. ഇത് നമുക്ക് ലാസ്റ്റ് ഒരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ. അത് നമ്മൾ കാണിച്ചു തരാം. നമ്മൾ ഇനി എല്ലാത്തിനും മേലെ കൂടെ ലാസ്റ്റ് പഞ്ചസാര കൊടുക്കും കേട്ടോ. പഞ്ചസാര നല്ലോണം ഉണ്ടെങ്കിൽ നല്ലോണം ഇട്ടോളി. നമുക്ക് വല്ലാതെ വേണ്ട, നമ്മൾ കുറച്ചിടണം. ഇതിടണം അപ്പോഴായിട്ട് ഇട്ടോളൂ. അപ്പോൾ സാധനം സെറ്റായിട്ട് നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയ സാധനത്തിൻ്റെ റിവ്യൂ നമുക്ക് കാണാം കേട്ടോ ഗൈസ്. രസമുണ്ടോ? അടിപൊളി. അപ്പം ഇതുപോലത്തെ സാധനങ്ങൾക്ക് അപ്പം ഗൈസ്, അപ്പം ഞാനും കൂടി ഒന്ന് കഴിച്ചു നോക്കട്ടെ. സംഭവം രസമുണ്ടോ എന്തെന്ന് പറഞ്ഞു. സംഭവം അടിപൊളിയാണ്. നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നമ്മൾ സത്യം പറയണോ നോണറിയണോ നിങ്ങൾക്ക് കൂടി ഒന്ന് മനസ്സിലാക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, അതും കുഴപ്പമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ശരി, ബൈ ബൈ.